വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. അപ്പോൾ ഇംഗ്ലീഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന് പറയുന്ന പോയത്തിന്റെ അപ്രീസിയേഷൻ ആണ്. അപ്പോൾ ഇതിന് മെയിൻ ആയിട്ട് ചോദിക്കാൻ പോണ ഇത് ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്, ഫസ്റ്റ് തന്നെ പറയാം. പിന്നെ ഇതിന് മെയിൻ ആയിട്ട് ചോദിക്കാൻ പോണ ക്വസ്റ്റൻ ആണ് എന്ത് അപ്രീസിയേഷൻ. പിന്നെ അത് മാത്രമല്ല ഇതിന് കുറച്ച് സ്റ്റാൻസ് വന്നിട്ട് നിങ്ങളോട് എന്താണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ചാപ്റ്റർ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം ക്രിസ്മസ് എക്സാമിനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ദി ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. നമുക്ക് നേരെ അപ്രീസിയേഷനിലോട്ട് പോവാം. ഓക്കെ, ദി പോയം ദി ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ബൈ ദി റിനൗഡ് ഐറിഷ് പോയറ്റ് വില്യം ബട്ട്ലർ യീറ്റ്സ് ഈസ് എ ടിപ്പിക്കൽ ബാലഡ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, എന്താണ് ഈ ബാലഡ് എന്നുള്ളത്. ബാലഡ് എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞാൽ ശ്രദ്ധിച്ചിരുന്നോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ആക്കണേ, നോട്ടിലൊക്കെ ഒന്ന് കുറിച്ച് വെച്ചോ. ബാലഡ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഒരു പോയത്തിലൂടെ കഥ പറയുന്നതിനാണ് എന്തെന്ന് പറയാ, ബാലഡ് എന്ന് പറയാം. എന്താണ് പോയത്തിലൂടെ കഥ പറയുന്നതിനാണ് എന്തെന്ന് പറയാ, ബാലഡ് എന്ന് പറയാം. അപ്പോ ഈ ഒരു പോയം ദി ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ, അപ്പൊ ഇതിലുള്ള കഥ ആരെ പറ്റിയാണ്? ഫാദർ ഗില്ലിഗനെ പറ്റിയാണ്. ഇത് എഴുതിയത് റിനൗണ്ട് ആയിട്ടുള്ള അറിയപ്പെടുന്ന പ്രശസ്തനായ ഐറിഷ് പോയറ്റ് ആയ വില്യം ബട്ട്ലർ യീറ്റ്സ് ആണ്. ഇസ് എ ടിപ്പിക്കൽ ബാലഡ്. ഓക്കെ, ഇനി composed in quatrains with the rhyme scheme of ABCB, the poem narrates the tragic story of priest Peter Gilligan. അതായത് ഈ പോയം എന്താണ്? ക്വാഡ്രൈൻസ്. ക്വാഡ്രൈൻസ് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് ഒരു സ്റ്റാൻസയില് എല്ലാ സ്റ്റാൻസിലും, ഒരു സ്റ്റാൻസിൽ മാത്രമല്ല എല്ലാ സ്റ്റാൻസിലും 4 ലൈൻസ് വെച്ച് വരണമെങ്കിൽ അത് എന്താണ്? ക്വാഡ്രൈൻസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ക്വാഡ്രൈൻസ് ആയിട്ടാണ് ഈ ഒരു പോയം തന്നേക്കുന്നത്. മാത്രമല്ല ഇതിന്റെ റൈം സ്കീം എന്താണ്? ABCB ആണ് റൈം സ്കീം. ഓക്കെ, ഇനി ഈ ഒരു പോയം നാരേറ്റ് ചെയ്യണത് ഒരു പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ എന്ന് പറഞ്ഞൊരു പ്രീസ്റ്റിന്റെ ട്രാജിക് സ്റ്റോറി ആണ് ഈ ഒരു പോയം നറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദി പോയം ഡീൽസ് വിത്ത് ദി തീംസ് ഓഫ് പിറ്റി ആൻഡ് പൈറ്റി ഓഫ് ദി ഓൾഡ് പ്രീസ്റ്റ്, ദി ഡെത്ത് ആൻഡ് മിസറീസ് ഓഫ് ദി ഹിസ് പാരിഷണേഴ്സ് ആൻഡ് ദി ലിമിറ്റ്ലെസ് ലവ് ആൻഡ് മെർസി ഓഫ് ഗോഡ്. അതായത് ഈ ഒരു പോയത്തിലെ മെയിൻ തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റി ആൻഡ് പൈറ്റി. പൈറ്റി എന്ന് പറഞ്ഞ മീനിങ് വേർഡ് ആയിരിക്കും ഞാൻ കുറച്ചും കൂടി സിമിലർ അല്ലാതെ. അതായത് പൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഭക്തി എന്നാണ്. ഓക്കെ, അപ്പോ പീറ്റർ ഗില്ലിഗൻ, ഈ ഒരു പീറ്റർ ഗില്ലിഗൻ എന്താണ്? ദയയും ഭക്തിയും ഒക്കെ ആണ് എന്ത് ഈ ഒരു പോയത്തിന്റെ തീം ആയിട്ട് വരുന്നത്. അത് മാത്രല്ല എന്താണ് ആ ഒരു പാരിഷണേഴ്സ്, അവിടെ എന്താണ് പാരിഷണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടവകക്കാരെന്നാണ്. അപ്പൊ ഈ ഒരു പ്രീസ്റ്റിന്റെ എന്താണ് ആ ഒരു ഇടവകയില് ഒരു എപ്പിഡമിക് ഉണ്ടാവണം. എന്താണ് എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ? പകർച്ചവ്യാധി. നമ്മളിവിടെ കൊറോണയൊക്കെ വന്നില്ലേ, അപ്പൊ അതേപോലെ ഒരു പകർച്ചവ്യാധി വരാണ്. അപ്പൊ ഈ ഒരു പകർച്ചവ്യാധി വന്നതിന് ശേഷം എന്താണ് കുറെ പാരിഷണേഴ്സ് ഇടവക്കാർ മരിച്ചു പോകുന്നുണ്ട്. അപ്പോ ആ ഒരു ഇടവക്കാരുടെ മരണവും അവരുടെ പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? ആൻഡ് ദി ലിമിറ്റ്ലെസ് ലവ് ആൻഡ് മെർസി ഓഫ് ഗോഡ്. പിന്നെന്താണ്? ദൈവത്തിന്റെ എന്താണ് നമുക്ക് എന്താണ് ലിമിറ്റ് ഇല്ലാത്ത ഒരു സ്നേഹവും എന്താണ് മേഴ്സി, കരുണയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഇനി the priest is very tired and upset because half of his parishioners are either dead or in sick bed due to an epidemic. അതായത് ഫസ്റ്റ് പറയണ നോക്കിയേ, നമ്മുടെ പ്രീസ്റ്റ് വളരെയധികം ടയേർഡ് ആണ്, അപ്സെറ്റ് ആണ്. റീസൺ എന്താണ്? അതായത് പ്രീസ്റ്റിന്റെ ഹാഫ് ഓഫ് പാരിഷണേഴ്സ്, അയാളുടെ ഇടവകയിൽ പകുതി ആൾക്കാരും എന്താണ് വയ്യാതെ കിടപ്പിലാണ്, അല്ലെ കുറെ പേര് മരിച്ചുപോയി. എന്തുകൊണ്ട്? ഒരു എപ്പിഡമിക് ഉള്ളതുകൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണത്. ഓക്കെ, ഇനി he is in service of them day ആൻഡ് നൈറ്റ്. അതായത് ആളെന്താണ് എപ്പോഴും സർവീസിലാണ്. സർവീസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കണം മരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ആണ്, എന്തുകൊണ്ടായിരിക്കാം പ്രീസ്റ്റിന് ഇത്ര ബുദ്ധിമുട്ട് വരുന്നത് ആൾക്കാർ മരിക്കണോണ്ട്. അതായത് ഈ പ്രീസ്റ്റിന്റെ ലെവലിലുള്ള ആൾക്കാരാണ് മരിച്ചു പോകുന്നത്. അപ്പൊ മെന്റലി ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ഫിസിക്കലി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് എന്ത്? അതായത് ഒരാൾ മരിക്കുന്നതിന് മുമ്പ് ക്രിസ്ത്യൻസിന്റെ ആചാരം അനുസരിച്ച് എന്ത് കൊടുക്കണം? ലാസ്റ്റ് കമ്മ്യൂണിയൻ, അതായത് അന്ത്യകൂദാശ കൊടുക്കണം. അപ്പൊ ആ ഒരു സർവീസ് കൊണ്ടും എന്താണ് ആളാകെ വലഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനി നോക്കാം. അപ്പൊ ഡേയും നൈറ്റ് ഒക്കെ എന്താണ് സർവീസ് ചെയ്ത ആൾക്കാർ വയ്യാതായി. Being very tired and upset, one evening he muttered and he had no rest, no joy and no peace. അപ്പൊ ഭയങ്കര അപ്സെറ്റും ടയേർഡ് ആയപ്പോ ഒരു ദിവസം ഈവനിങ്ങില് ഇയാൾ ഇങ്ങനെ പറയാണ്, എനിക്ക് എന്താണ് റെസ്റ്റ് ഇല്ല, എനിക്ക് സന്തോഷമില്ല, എനിക്ക് സമാധാനമില്ല, ദൈവത്തിനോട് പരാതി പറയാണ്. ഓക്കെ, അപ്പോ soon he realized his mistake and prayed to God for forgiveness, and in the prayer he fell asleep leaning over a chair. പിന്നെ പറയുകയാണെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് എന്ത് മനസ്സിലായി? ഇയാളുടെ തെറ്റ് മനസ്സിലായി. ഇയാൾ എന്ത് ചോദിക്കുകയാണ്? ദൈവത്തിനോട് മാപ്പ് അപേക്ഷിക്കുകയാണ്. ഇയാളുടെ തെറ്റ് മനസ്സിലായപ്പോ എന്താണ്? ദൈവത്തിനോട് എന്ത് ചോദിക്കുകയാണ്? മാപ്പ് അപേക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇയാൾ എന്താണ് ഇങ്ങനെ പയ്യെ പ്രാർത്ഥിച്ച് ഉറങ്ങിപ്പോയി. ഇയാൾ എന്താണ് സംഭവിക്കുന്നത്? പ്രാർത്ഥിച്ച് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോ എന്താണ് സംഭവിക്കണേ നോക്കാം. ഉറങ്ങിപ്പോയ സമയത്ത് എന്താണ് ഇയാൾ ചെയർമ കിടന്നാണ് ഉറങ്ങണത്.
he could not attend the last moments of a dying man. അപ്പോൾ ഇയാൾ ഉറങ്ങുന്നതിന് മുൻപ് ഒരാൾ വന്ന് ഇയാൾ വിളിച്ചിരുന്നു, ഒരു ലാസ്റ്റ് കമ്മ്യൂണിയന് വേണ്ടിയിട്ട് ഇയാൾ വന്ന് വിളിച്ചിരുന്നു. ഇയാൾക്ക് അപ്പം അതിന് പോകാനായിട്ട് പറ്റിയില്ല. എന്തുകൊണ്ടാണ്? ഇയാൾ ആ ഒരു തളർച്ച കൊണ്ട് ഉറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, തളർച്ച കൊണ്ട് എന്താണ് ഇയാൾ പ്രാർത്ഥിച്ച് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് എന്താണ് ലാസ്റ്റ് കമ്മ്യൂണിയൻ പങ്കെടുക്കാനായിട്ട് ഇയാൾക്ക് പറ്റിയില്ല. ഇനി he woke up only in the following morning at the time of sparrow chip. Sparrow chip എന്ന് പറഞ്ഞ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇയാള് ഇന്നലെ വൈകുന്നേരം കിടന്ന് ഉറങ്ങിയെന്ന് വിചാരിക്കുക, പിന്നെ ഇന്ന് രാവിലെയാണ് എണീക്കണത്. അപ്പോ ഇയാൾ ഉറങ്ങണതിന് മുൻപ് എന്താണ്, ഒരാൾക്ക് വയ്യാതായി ലാസ്റ്റ് കമ്മ്യൂണിയൻ കൊടുക്കണം എന്ന് പറഞ്ഞ് വേറൊരാൾ വന്നിരുന്നു. പക്ഷെ ഇയാൾക്ക് എന്താ, ഇയാൾ അത് മറന്നുപോയി, ഉറങ്ങിപ്പോയി. മനസ്സിലായോ? ഇനി നോക്കാം എന്താണ് സംഭവിക്കണേ നോക്കാം. He realized his failure of duty and soon he roused his horse and brought to the sick man's house with the little care. അതായത് എന്താണ് സംഭവിക്കണേന്ന് നോക്കാം. ഇയാൾക്ക് എന്ത് മനസ്സിലായി? ഇയാൾ പ്രീസ്റ്റ് എന്നുള്ള രീതിയിൽ ഇയാൾ ഫെയിലിയർ ആയി പോയി എന്നുള്ള കാര്യം ഇയാൾക്ക് മനസ്സിലായി. പ്രീസ്റ്റ് എന്നുള്ള രീതിയിൽ എന്താണ്, ഇയാൾ ഫെയിലിയർ ആയി എന്നുള്ള കാര്യം ആർക്ക് മനസ്സിലായി? നമ്മുടെ ഫാദർ ഗില്ലിഗണ് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എന്താണ്, ഇയാളെ പെട്ടെന്ന് ഇയാളെ കുതിരനൊക്കെ വിളിച്ചുണർത്തി എങ്ങോട്ട് പോവാണ്? നേരെ നമ്മുടെ സിക്മാന്റെ വീട്ടിലോട്ട് പോവാണ്. നേരെ എങ്ങോട്ട് പോവാണ്? നമ്മുടെ സിക്മാന്റെ വീട്ടിലോട്ട് പോവാണ്. ഓക്കെ, അപ്പൊ നോക്കാം. When he reached the house, the sick man's wife asked the priest in surprise why he came again. അതായത് അവിടെ എന്താണ്, സിക്മാന്റെ വീട്ടിലെത്തിയപ്പോൾ വൈഫ് ഭയങ്കര സർപ്രൈസ് ആയിട്ട് ചോദിക്കുകയാണത്, അല്ല ഫാദർ നിങ്ങൾ എന്താണ് വീണ്ടും വന്നതെന്ന് ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് നോക്കാം. She also told that the man had died an hour earlier as merry as a bird. എന്നിട്ട് അപ്പൊ തന്നെ പറയാണ്, അപ്പൊ സിക്മാന്റെ വീട്ടിലോട്ട് ചെന്നപ്പോ വൈഫ് ഭയങ്കര സർപ്രൈസ് ആയി എന്ന് പറയണില്ലേ. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ ഫാദർ ചോദിക്കുന്നുണ്ട്, ആ ഒരു സിക്മാൻ മരിച്ചു പോയോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് റിപ്ലൈ കൊടുക്കുന്നത്? ഏകദേശം 1 മണിക്കൂർ മുമ്പ് മരിച്ചപ്പോ എന്താണ്, മെറി ആസ് എ ബേർഡ്, അതായത് ഒരു പക്ഷിയുടെ പോലെ സന്തോഷം ആരുടെ മനസ്സിലുണ്ടായിരുന്നു? നമ്മുടെ ആ ഒരു പ്രീസ്റ്റിന്റെ നമ്മുടെ ആ ഒരു സിക്മാന്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് പറയണം. From the wife's words, the priest understood that God had sent an angel to do his duties in his absence. അങ്ങനെ പറഞ്ഞപ്പോഴാണ് പ്രീസ്റ്റിന് എന്ത് മനസ്സിലാവുന്നത്? വൈഫിന്റെ വേർഡ്സ് കേട്ടപ്പോൾ, വൈഫ് പറഞ്ഞിട്ടപ്പോഴാണ് എന്ത് മനസ്സിലായത്? അതായത് നമ്മുടെ പ്രീസ്റ്റിന്റെ ആബ്സെൻസ് മനസ്സിലാക്കി ദൈവം എന്താണ്, പ്രീസ്റ്റിന്റെ രൂപത്തിലൊരു ഏഞ്ചലിനെ ഈ ഒരു സിഗ്മാന്റെ ലാസ്റ്റ് കമ്മ്യൂണിയൻ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലോട്ട് അയക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ്, ഇതൊരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു എലമെന്റ് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് ഇത് നമ്മുടെ ഒരു ബാലഡാണ്, ഒരു കഥയാണ്, ഒരു കഥ പോലത്തെ ഒരു പോയാണ്. അപ്പൊ നിങ്ങൾ എന്താണ് ആ ഒരു സെൻസിൽ എടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇനി he knelt in prayer and praised God, saying that the most powerful God with the planets in his care showed mercy upon him, the silliest of God's creations. അതായത് പറയണമെന്ന് ഇത്രേ ഉള്ളൂ. അതായത് നമ്മുടെ പ്രീസ്റ്റ് എന്താണ്, മുട്ടുകുത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താ ഇയാള് പറയാണെന്ത്, ഗോഡ് സെയിങ് ദാറ്റ് ദി മോസ്റ്റ് പവർഫുൾ ഗോഡ് ഇൻ ദി പ്ലാനറ്റ്സ്. അതായത് നമ്മുടെ ഗോഡ് എന്താണ്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് എന്ത്, ഈ പ്ലാനറ്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സംഭവമാണ് എന്ത്, ഗോഡ് എന്ന് പറയുന്നത് അല്ലെ. ഗോഡ് എന്നാണ് ഏറ്റവും പവർഫുൾ ആണ്. അപ്പൊ പറയാണെന്ത്, ഈ ഒരു ലോകത്തിലെ ഏറ്റവും സില്ലിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആര്, നമ്മുടെ ഈ ഒരു പ്രീസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രീസ്റ്റിന്റെ മുകളിലും എന്താണ്, ഗോഡ് എന്ത് തന്നു, ഒരു കരുണ കാണിച്ചു എന്നാണ് ആര് പറയണേ, നമ്മുടെ പ്രീസ്റ്റ് പറയണത്. ഇനി the opening line, the old priest Peter Gilligan is repeated 4 times, which can be taken an example of refrain. അതായത് എന്താണ്, ഈ ഓപ്പണിംഗ് ലൈൻ ആയ the old priest Peter Gilligan 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് തന്നെ റിഫ്രെയിൻ എന്ന് പറയാം. പിന്നെ എന്താണ്, റിപ്പീറ്റേഷൻ ആണ് റിഫ്രെയിൻ എന്ന് പറയുന്നത് കേട്ടോ. Okay, there are many examples of alliteration in the poem, such as priest Peter Gilligan, die and die, mavron the man, no rest nor joy nor peace, etc. പിന്നെ എന്താണ്, കൂടുതൽ കുറേ അധികം അലിട്രേഷൻസ് എക്സാമ്പിൾ ആണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ഭയങ്കര സിമ്പിൾ ആണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അപ്രീസിയേഷൻ പഠിക്കുന്ന സമയത്ത് ഇതൊന്ന് പഠിച്ചു നോക്കുക. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള അപ്രീസിയേഷൻ ആണ്, പെട്ടെന്ന് കിട്ടുന്ന അപ്രീസിയേഷൻ ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.